ഡോ അവൻ വെറുതെ ഇരിക്കുന്നു. ചെല്ല് ഉപദേശിക്ക്, ചെല്ല് ചെല്ല്. ഇങ്ങനെ വെറുതെ ഇരുന്നാ ബോറടിക്കൂലേ? ഓ അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഞാൻ പോയി റെസ്റ്റ് എടുക്കും. എന്നിട്ടും ബോറടിച്ചാലോ? എന്നിട്ടും ബോറടിക്കുമ്പോൾ ഞാൻ ഒന്ന് വെറുതെ ഇരിക്കും. ഇവൻ മണ്ടനാണ് മരമണ്ടനാണെന്ന് വിചാരിക്കണം. നമ്മളാണ് മണ്ടന്മാർ. ഓ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ മണ്ട പൊളക്കണം. എടാ, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെങ്കിൽ ജോലിക്ക് പോകണം. പക്ഷേ നമ്മൾ മെൻ്റലി സ്റ്റേബിൾ ആയിരിക്കണമെങ്കിൽ ജോലിക്ക് പോകുകയേ ചെയ്യരുത്. അവനടുത്ത് ഞാൻ ഇനി എന്തൊരു പറയാം? മക്കളെ, അച്ഛൻ എന്തെങ്കിലും ഉപദേശിക്കാൻ കണക്കണ പറയല്ലേ, മര്യാദക്ക് കേട്ടോണ്ടിരിക്കണം കേട്ടാ. അവൻ പറയട്ടടി, ഇനി എത്ര കാലം എന്ന് വെച്ചിട്ടാ? അച്ഛനിത് എങ്ങോട്ട് പോകണം? ഞാനല്ല, ഈ പോക്കാണെങ്കിൽ നീ പോവും, വീടിന് പുറത്ത്. അപ്പുറത്തെ ചെറുക്കന് 24 വയസ്സേ ഉള്ളൂ. അവൻ ഫോർച്യൂണർ കാർ ഇറക്കി. നീയാ എന്തോന്ന് ഇത്ര വെപ്രാളപ്പെട്ട് നോക്കുന്നു? അല്ല, അച്ഛൻ്റെ 24ാമത്തെ വയസ്സിൽ വാങ്ങിച്ച കോണ്ടസ കാർ ഇവിടെ ഉണ്ടാകാൻ നോക്കിയത്. എന്തെങ്കിലും ഒന്ന് പറ. ഡേ, അത് എന്തൊരു വർത്താനം? അച്ഛൻ്റെ അടുത്ത് തറുതല പറയാറായ നീ സോറി പറയടാ. സാരമില്ലടി, ഞാൻ പറയട്ടെ. മക്കൾ തന്നോളം മറന്നാൽ താനെന്ന് വിളിക്കണമെന്നാണ്. അത് താൻ വിളിച്ചാൽ മതി, ഞാൻ വിളിക്കൂല. എന്തോന്നടേ ഇത്? എനിക്കറിഞ്ഞൂടാ. ആ ഉറൈ ഇത്രയും തൊലിക്കെട്ടുള്ളവർ ഞാൻ എങ്ങനെ ഉപദേശിക്കാനാടി? ഇനി ഒരു അക്ഷരം വേണ്ടിയാ നിന്നെ അടിച്ച് ശരിയാക്കി കളയും. കുറെ നേരം ഉണ്ട് ഉപദേശിക്കുന്നത്. നിങ്ങളങ്ങോട്ട് പറയാം. എടാ, നിന്റെ അടുത്ത് അപ്പുറം അപ്പുറം ഉള്ള പിള്ളേരെ പോലെ ആവണമെന്ന് ഞാനൊരിക്കലും പറയില്ല. നിനക്ക് അവരെ കണ്ടുപഠിച്ചൂടെ? എന്തായാലും നിനക്ക് വെച്ചുണ്ടാക്കാൻ നിന്റെ അമ്മയ്ക്ക് വയ്യ, നിന്നെ തീറ്റിപ്പോറ്റാൻ എനിക്കും വയ്യ. നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? എന്താ അത്? ഇതാ നിന്റെ വായിൽ പഴം തിരുവി വെച്ചിരിക്കണ. നിങ്ങളല്ലേ പറഞ്ഞ ഒരക്ഷരം മിണ്ടിപ്പോവില്ലെന്ന്. എന്തെങ്കിലും മിണ്ടിയാ തർക്കുത്തരം, മിണ്ടിയില്ലെങ്കിൽ വായിൽ പഴം. ഇതെന്തെന്നത്?